കാർഷിക തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ 2013-2014 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എസ് ഷീജ അവതരിപ്പിച്ചു. പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാൽ വിഭവ സമാഹരണം കൂടുതൽ മെച്ചപ്പെടുത്തി പദ്ധതി നിർവഹണങ്ങൾക്കും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമ്മൾക്ക് കഴിയും. സമൂഹത്തിലെ അവസരം ദുർബലരും നിർദ്ധനരുമായ ആളുകളുടെ പുരോഗതിക്ക് ഉതകുന്ന കൂടുതൽ പദ്ധതികളും വരും കാലങ്ങളിൽ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്നു. 24,75 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്ത് ചേർന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ ആമുഖ പ്രസംഗം നടത്തി. സ്ഥാപിക്കുന്നുണ്ടെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ ഹൈവാസ് അല്ലാത്ത ഫാൻസി ലൈറ്റുകൾ ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് ചിലവ് വരുന്ന നിലയിൽ നമ്മുടെ അമ്മിണി എന്ന് പറയുന്ന ഏജൻസിയും അതുപോലെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില ഏജൻസികളും ഒക്കെ ഇപ്പോൾ മാവള ജംഗ്ഷനിൽ അതല്ലെങ്കിൽ ആർച്ചൽ ജംഗ്ഷനിൽ അതുപോലെ അത്യാവശ്യം വക്കംമുക്കില് അതുപോലെ വരുന്ന തോയിത്തല അങ്ങനെ വരുന്ന കൊച്ചു കൊച്ചു ജംഗ്ഷനായി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫാൻസി ലൈറ്റുകൾ ഹൈമാസാക്കി മാറ്റാതെ വഴിവിളക്കിന് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നത് പോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിന് വൈദ്യുതി എടുക്കുന്നത് പോലെ തന്നെ വലിയ അമിതമായ വൈദ്യുതി ചാർജ് വരാത്ത നിലയിലുള്ള പുതുതായി ഗ്രാമപഞ്ചായത്തിൽ പരസ്യ നികുതി ഏർപ്പെടുത്തുന്നതിനും അതുവഴി 10 ലക്ഷം രൂപ അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുമുള്ള നിർദ്ദേശം ബജറ്റിലുണ്ട്. ഭവന നിർമ്മാണവും മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായി 90 ലക്ഷം രൂപ വകയിരുത്തി. ആരോഗ്യരംഗത്ത് 33,50,000 രൂപ, പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി 93 ലക്ഷം രൂപ, തൊഴിൽ മേഖലയിൽ 62 ലക്ഷം രൂപ, സാമൂഹ്യക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനുമായി 1,50,00,000 രൂപ, കുടിവെള്ള ദുരിതാശ്വാസത്തിന് 5 ലക്ഷം രൂപ, കാർഷിക അഭിവൃദ്ധിക്ക് 33 ലക്ഷം രൂപ, ക്ഷീരവികസനത്തിന് 25,50,000 രൂപ എന്നിവ വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 4 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചർച്ചയിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ ബജറ്റ് പാസായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.